എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് അടുത്താണുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു വാർത്താ പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള ഇത് റോഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഇത് നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിലേക്ക് നമ്മുടെ BKM ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡ്, അതുപോലെ തന്നെ നാഗ സ്റ്റോറല്ലേ അതല്ലേ? അല്ല, നാഗ സ്റ്റോറാണ് തൊട്ടടുത്തുള്ളത്. അവിടെ വരെ വന്ന് നമ്മൾ പയ്യന്നൂർ അമ്പലത്തിൻ്റെ പോയി നമ്മൾ മമ്പല, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന റോഡിന് അഭിമുഖമായിട്ട് അമ്പലത്തിലേക്ക് നിർമ്മിക്കപ്പെട്ട ഒരു റോഡാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പല ഭാഗത്ത് കൂടെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറ്റും. ചെറവഴി വരാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അപ്പുറത്തെ ഭാഗത്ത് തെക്കേ ബസാർ ത്രൂ വരാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പഴയ ബസ് സ്റ്റാൻഡ് കടന്ന് പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ആ റോഡ് ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെയും പയ്യന്നൂർ അമ്പലത്തിൻ്റെ വശത്തേക്ക് വരാൻ വേണ്ടി പറ്റും. നമ്മൾക്കറിയാം, ഇത് പണ്ട് ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയ മതിലാണ്. ഏകദേശം ഇത് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതിന് കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട മതിലാണ്. പയ്യന്നൂർ അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ, വലിയ മതിലാണ് ഈ മതിൽ. നമ്മൾക്കറിയാം, മതിൽ പല ഭാഗത്തായിട്ട് അമ്പലത്തിന് കെട്ടിയിട്ട് പയ്യന്നൂർ അമ്പലത്തെ സംരക്ഷിച്ച് നിർത്തുന്ന വലിയ മതിൽ. ഈ മതിലിൻ്റെ ഭാഗത്താണ്, ഇവിടെ മുഴുവനായിട്ട് ഏകദേശം ഒരു 14 സെന്റോളം ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു. ഈ കുളമാണ് അരിക്കാച്ചി കുളം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ അരിക്കാച്ചി കുളത്തിന്റെ ഭാഗമാണ്. കാരണം അമ്പലത്തിന്റെ ഇത് പിറകുവശമാണ്, നമ്മുടെ ക്ഷേത്രത്തിന്റെ മുഖം അങ്ങോട്ടെയാണ്. അങ്ങനെ പറയുന്നത് ഇത് പിറകുവശമാണ്. ഈ പിറകുവശത്ത് അവിടുത്തെ ദേവന് നേദിക്കാൻ ആവശ്യമായിട്ട് അവിടെ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം, അതൊക്കെ ഒരു ഓവൽ ത്രൂ ഇതിലേക്ക് ഈ കുളത്തിലേക്ക് വരികയാണ്. നമ്മളിപ്പം ഈ റോഡ് പൊട്ടിപ്പൊളിച്ച റോഡ് കണ്ടോ നിങ്ങൾ? ഈ റോഡ് അടക്കം അരിക്കാച്ചി കുളമാണ് എന്നാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഇവിടുത്തെ പഴമക്കാരും പറയുന്നത്. അങ്ങനെ ഇത് വലിയൊരു കുളം, 14 സെന്റോളം വരുന്ന കുളമാണ്. ഇപ്പം ആ കുളം ചുരുങ്ങിയിട്ട് ഇപ്പം വളരെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അവിടെയാണ് 2 ദിവസം മുമ്പ് ഇവിടെ നടത്ത മണ്ണൊക്കെ കൊണ്ടുവന്ന് തള്ളിയിട്ട് ഈ കുളം ഇതിന്റെ മറവിൽ തൂർക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. നമ്മൾക്കറിയാം, വളരെ നിരുത്തരവാദപരമായിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ക്ഷേത്രത്തിന്റെ അധികൃതർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ചെയ്ത് ദേവനെയും അതുപോലെ തന്നെ വിശ്വാസികളെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ പലപ്പോഴായിട്ട് ഉണ്ടാവുന്നത് എന്നത് പച്ചവെളിച്ചത്തിന്റെ അനുഭവമാണ്. അതുപോലെ നിരന്തരമായിട്ട് ഇത്തരം വിഷയങ്ങൾ വാർത്ത നൽകിയ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ മണ്ണ് കൊണ്ട് ഈ അരിക്കാച്ചിക്കുളം വളരെ പരിപാവനമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യപരമായി ബന്ധമുള്ള കുളമാണ് അരിക്കാച്ചിക്കുളം. നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിന്റെ മുൻവശത്തുള്ള ചെറ പോലെ തന്നെ ദേവനുമായിട്ട്, അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കുളം എന്നുള്ള രീതിയിൽ അരിക്കാച്ചി കുളത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഒരു കുളം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ കുളമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആരാധന മഹോത്സവത്തിന്റെ ഭക്ഷണത്തിന്റെ എല്ലാ വേസ്റ്റുകളും തള്ളിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ ഒക്കെ വീടുകളുണ്ട്, ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ കുളം മലിനമാവുകയും അതുപോലെ ദുർഗന്ധം കൊണ്ട് ഇവിടെ നടക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, ഈ അരിക്കാച്ചി കുളത്തിന്റെ അടുത്താണ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പിറകുവശത്തുകൂടെ ഈ റോഡിലേക്ക് വരും. അങ്ങനെ വന്നിട്ടല്ല, ഇതാണ് അതിന്റെ വഴിയുണ്ട് കണ്ടോ, നിങ്ങൾക്ക് അറിയാം, ഇവിടെ വന്നവർക്കൊക്കെ അറിയാം. അതിലൂടെ പുറത്തേക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കഴുകുക. ഈ കഴുകിയ വെള്ളം മുഴുവനായിട്ട് അതിൽ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വളരെ ഒരു ദിവസം, അവസാന ദിവസം മാത്രം ഭക്ഷണമാക്കിയിരുന്ന ഒരു സംഭവമാണുള്ളത്. ഞാൻ അതിലേക്കും ദീർഘമായിട്ട് പോകുന്നില്ല, അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. പിന്നെ എല്ലാ ദിവസവും ഭക്ഷണമാക്കി. ഈ എല്ലാ ദിവസവും ഭക്ഷണമാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഭക്ഷണം കൊടുക്കുന്നതിന് ആരും വ്യക്തിപരമായിട്ട് എതിരൊന്നുമല്ല. ഭക്ഷണം നല്ലതാണ്, അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം തന്നെ. അതിനൊന്നും ആരും എതിർക്കാൻ തയ്യാറല്ല. അതൊന്നും ആ അർത്ഥത്തിൽ അതിനെടുക്കേണ്ടതുമില്ല.
അതല്ല പച്ചവെളിച്ചെണ്ണ നിലപാട്. പക്ഷെ അത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ മുഴുവൻ വേസ്റ്റുകളും ഈ പ്രദേശവാസികളായ ജനങ്ങളെ പിന്നെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കുളം മലിനമായിട്ട് മാറുന്നു, അരിക്കാച്ചി കുളം മലിനമായിട്ട് മാറുന്നു എന്നൊക്കെ വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വലിയ വിഷയമായിരുന്നു. അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രദേശവാസികളായ ആളുകൾ ഇതൊക്കെ തടഞ്ഞു. ഇങ്ങനെയുള്ള സംവിധാനമില്ല. നമുക്ക് ഇവിടെ ജീവിക്കണം, നമ്മുടെ പിന്നെ കുടിവെള്ളം മലിനമാണ്, അതോടൊപ്പം തന്നെ ഇവിടെ ദുർഗന്ധം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള അവരുടെ പ്രയാസം അവർ പറഞ്ഞു. അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ഈ അമ്പലത്തിന്റെ ഭാരവാഹികള്, അതുപോലെ തന്നെ പിന്നെ ഈ ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, നവീകരണ സമിതി, അതുപോലെ ട്രസ്റ്റി ബോർഡ്, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള പിന്നെ ദേവസ്വം ബോർഡിന്റെ ആളുകളൊക്കെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ്, ജനങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് മാന്തിയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുക. ഇതാണ് അത് അശാസ്ത്രീയമായിട്ട് സ്ഥാപിക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിവിടെ നമ്മളിവിടെ നിൽക്കുന്നതിന് അപകടമാണ്. കാരണം വെച്ചാൽ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞ്. നിങ്ങൾ ഇന്ന് ഉച്ചക്ക് കൊടുത്ത വാർത്ത പച്ചവെളിച്ചത്തിന്റെ വാർത്ത കാണി, ഇതിന് തൊട്ട് മുമ്പിലുള്ള വാർത്ത കണ്ടാലറിയാം. ഈ മതിൽ കംപ്ലീറ്റ് ഇവിടെയുള്ള മണ്ണ് വളരെ നാരോ ആയിട്ട് ആണ് മാന്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു നമ്പർ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ളൊരു കെട്ടലൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഇങ്ങനെ പിന്നെ നാരോ വളരെ അടുത്ത്, ഈ മതിലിന്റെ അടുത്ത് പിന്നെ വലിയ കുഴി കുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പണി ഞായറാഴ്ച എടുക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുടെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണിടിഞ്ഞു വീണിട്ട് അത് ഇവിടെ ഒന്നും ആൾക്കാരൊന്നുമില്ലല്ലോ. അത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ സംഭവം ഇവിടുത്തെ പണി ഈ പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസർ അതുപോലെ റവന്യൂ അധികൃതർ ഇവിടെ വന്നിരുന്നു. അവർ ഇതിന്റെ മണ്ണൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. അത് നോക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഇപ്പം ഇത് നിങ്ങളാൾക്ക് അത് കാണുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ദൃശ്യം നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ എത്രത്തോളം ഇത് അപകടകരമാണ് എന്നതിന്റെ ദൃശ്യം നിങ്ങൾക്ക് പച്ചവെളിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ചെയ്ത വാർത്ത നോക്കിയാൽ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ വളരെ അശാസ്ത്രീയമായിട്ട് ഈ നമ്മുടെ ഈ റോഡിന്റെ പിന്നെ ഇവിടെ കുഴികുത്തി ഡ്രെയിനേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ഇത് ഏത് രീതിയിലുള്ള പ്ലാന്റാണ് ഇവിടെ സ്ഥാപിക്കുന്നതെന്നും അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും തലക്ക് സ്ഥിരമുള്ള ആരെങ്കിലും ഇത് ചെയ്യുമോ? ഒരു അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് പിന്നെ വെട്ടിപ്പൊളിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു. നമ്മൾ എന്തും ചെയ്യും, ആരാ ചോദിക്കാൻ എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ റവന്യൂ അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയോട് കൂടിയിട്ട് ഇത് എന്നെ വിളിച്ചിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ സഹിതം എനിക്ക് എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാർത്ത നൽകിയിട്ടുള്ള. ഉടനെ തന്നെ ഞാൻ എല്ലാ നിർമ്മാണ പ്രവർത്തിക്കും അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് നഗരസഭയിൽ നിന്ന്. നഗരസഭ സെക്രട്ടറിയെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ അനുമതി വാങ്ങിച്ചത് എത്തിയിട്ടില്ല. അത് എത്തണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കൺസ്ട്രക്ഷന്റെ അനുമതി മുനിസിപ്പൽ എഞ്ചിനീയറിന്റെ ഭാഗത്ത് ആ എഞ്ചിനീയറിംഗ് സെക്ഷനാണ് വരിക. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത് ഒരനുമതി ഇവർ തേടിയിട്ടില്ല. ഒരനുമതിയും തേടാതെയാണ് റോഡ് വെട്ടിപ്പൊളിച്ച് അനധികൃതമായിട്ട് അശാസ്ത്രീയമായിട്ട് ഇവിടെ ഒരു പിന്നെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി. ഇത് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെന്നും അറിയില്ല. അത് ആലോചിക്കണം. അങ്ങനെ വളരെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പവിത്രമായ മതിലിനടുത്ത് വളരെ അടുത്താണ് ഇത് പിന്നെ ഇതാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്ര അടുത്താണ് ഇത്. ഇന്നലെ മിനിയാന്ന് ഞാൻ ഇട്ട ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു ലൈവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഇത് കാണുന്നുണ്ട്. അങ്ങനെ വളരെ അശാസ്ത്രീയമായിട്ട് ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തിയതിന്റെ ഫലമായിട്ട് ക്ഷേത്രം അതിൽ അപകടത്തിലാണ്. അങ്ങനെ ഇവിടെ മണ്ണിടിഞ്ഞു വീണിട്ട് ആ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് JCB വന്ന സമയത്ത് ജർക്കിങ് പിന്നെ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് ആ പ്രവൃത്തി അവസാനിപ്പിച്ചത്. ഈ വിഷയം പിന്നെ ഞായറാഴ്ച മണ്ണ് കുളത്തിലേക്ക് തള്ളിയ മണ്ണ് മുഴുവൻ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയൊന്ന് നോക്കാൻ വേണ്ടി എത്തിയ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ ആള് അപകടത്തിൽപ്പെട്ടിട്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്ന വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഈ മതില് മണ്ണ് ഇടിഞ്ഞു വീണ് ഇത് പിന്നെ മതില് അപകടത്തിലാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഈ പ്രവൃത്തി പിന്നെ ഈ റിപ്പോർട്ട് അവർക്ക് ഈ പ്രവൃത്തി നിർത്തിവെക്കാനുള്ള അധികാരം അവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ഈ റിപ്പോർട്ട് പിന്നെ തഹസിൽദാർക്കും അതുപോലെ തന്നെ RDOക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ടുണ്ട്.
ഇന്ന് ഞാൻ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ പ്രദീപൻ സാറിനെയും അതുപോലെ തന്നെ പയ്യന്നൂർ നഗരസഭയിലെ എക്സിക്യൂട്ടീവ് ഓഫീസ് നമ്മുടെ അവിടുത്തെ നഗരസഭയിലെ സെക്രട്ടറിയെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യം നഗരസഭ പറയണം. ഇവരോട് ചോദിക്കേണ്ട ചോദ്യം പറയുന്നുണ്ട്. നഗരസഭ പറയേണ്ട 2 ചോദ്യത്തിന് ഉത്തരമാണ്. ഒന്ന്, ഇത് നഗരസഭയുടെ അനുമതിയോടുകൂടിയാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് വെട്ടിപ്പൊളിച്ച് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ നിർമ്മാണം നടത്തിയിട്ട് ഒരാൾക്ക് പരിക്കേൽക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടായതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മതിലിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 100 വർഷത്തിലേറെ പഴക്കമുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചോദിച്ചിട്ട് പറയാം. അങ്ങനെയുള്ള ഒരു മതിലിന്റെ തൊട്ടടുത്ത് വരെ ഈ കുഴിച്ചിട്ട് മണ്ണ് മാറ്റിയിട്ട് ആ മണ്ണ് ക്ഷേത്രത്തിന്റെ കുളത്തില് അരിക്കാച്ചിക്കുളത്തിൽ തള്ളുന്ന വിവരമാണ് നമ്മൾക്ക് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അരിക്കാച്ചിക്കുളം മൂടാനും അങ്ങനെയുള്ള താല്പര്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ വിഷയത്തില് ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, പിന്നെ ഇവിടുത്തെ ട്രസ്റ്റ് ബോർഡിന്റെ കാര്യം പല ആൾക്കാർക്ക് തലക്ക് ശരിയായ ഒരു ബോധമുള്ളവരൊന്നുമല്ല. എന്തും ജൽപ്പനങ്ങൾ പറയുക, ഇത് തറവാട്ട് ക്ഷേത്രം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ അവരോട് കാര്യങ്ങൾ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നേരെയാക്കാൻ പെരുമാൾ തന്നെ വിചാരിക്കണം. അത് പെരുമാൾ വിചാരിക്കട്ടെ. പക്ഷേ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള അവരാണ് ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്. മലബാർ ദേവസ്വം ബോർഡ് ഈ റോഡിന്റെ മുകളിൽ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായതിന്റെ കാരണം, അതിന്റെ യുക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം തന്നെ നഗരസഭ ഈ വിഷയത്തിൽ ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പം, എങ്ങനെ? ഇവർ അനുമതിക്ക് അപേക്ഷിച്ചിട്ടില്ലേ? നിങ്ങളെടുത്ത നടപടി എന്താണ്? ഈ പ്രവൃത്തി ഉടനടി ഇത് നിർത്തിവെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര മതിലിന് അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികളെ, പെരുമാൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ, ക്ഷേത്ര മതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്രയും പ്രാധാന്യമുള്ളതാണ് ഈ മതിൽ. ഈ മതിലിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ ഭാഗത്തും ചുറ്റുമതിൽ കെട്ടിയിട്ട് അത് വലിയ രീതിയിൽ കെട്ടിയിട്ട് സംരക്ഷിക്കപ്പെടുന്ന ദേവന്റെ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പയ്യന്നൂർ പെരുമാളുടെ അമ്പലം. ആ മതില് അപകടത്തിലാണ് എന്ന ഉറച്ച വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. അതിന്റെ തെളിവാണ് ഇതൊക്കെ ഇതൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ ഇത് കാണാത്ത രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ആഡിയോക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റവന്യൂ വകുപ്പ്. അതുപോലെ തന്നെ നഗരസഭ ഇന്ന് പച്ചവെളിച്ചം വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉച്ചയോട് കൂടിയിട്ട് വിളിച്ച ഉടനെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയും, എന്താണ് പ്രദേശവാസികളായ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്ന് തേടാം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് വ്യക്തിപരമായ രീതിയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, എത്രയോ വർഷത്തെ പാരമ്പര്യ ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് മാലിന്യവും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സർക്കാർ വളരെ ശ്ലാഘനീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം, പിന്നെ അതേ കണക്ക് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, അതുപോലെയുള്ള നടപടികളിൽ പിണറായി വിജയൻ സർക്കാർ ഒരുപാട് ഇന്ത്യക്ക് മാതൃകയാണ് ഈ സംസ്ഥാനം. ആ സ്ഥലത്താണ് ഇത്ര വൃത്തികേടുകൾ നടക്കുന്നത്. ഈ 27 സെന്റ് 25 സെന്റിൽ ഈ അരിക്കാച്ചിക്കുളം മൂടാനുള്ള ശ്രമം എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊടുക്കുന്നത്. ഏകദേശം 90% മൂടിക്കഴിഞ്ഞു ഇപ്പം തന്നെ. ആ വില്ലേജ് ഓഫീസർ, നമ്മളെ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ അത്ര ഉത്തരവാദിത്വത്തോടെ വന്ന് ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും ഈ 5 സെന്റിന് ഇവിടെ ബാക്കി നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, ഏറ്റവും കൂടുതൽ ഇതിനോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഇവിടുത്തെ ഈ ദേവസ്വത്തിൻ്റെ അധികാരികൾ, അവരെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അവരെ പേരിൽ നടപടി ഉണ്ടാവണം. അവരെ പ്രസൻസിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ നടക്കുന്നത്. അവരെ മുൻകൈ എടുത്തിട്ട് അവർ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം ചെയ്യിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു ജലസ്രോതസ്, അമ്പലത്തിൻ്റെ ഇത്രയും പുരാതനമായ ഒരു ജലസ്രോതസ് ഈ അരിക്കാച്ചിക്കുളം മൂടിയ അവസ്ഥയിലാകുമ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവരെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ കുറ്റക്കാർ ദേവസ്വം എന്ന് പറഞ്ഞാൽ അവർ സർക്കാരിൻ്റെ ഭാഗമായിട്ടില്ലവരാണ്. അവരിത് റിപ്പോർട്ട് ചെയ്ത് ഇതിനെതിരെ നടപടിയൊക്കെ എടുക്കേണ്ട അവരെ പ്രസൻസിൽ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കിലൊറ്റ കാര്യം പറയാം, എത്രയും പെട്ടെന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയാലും ബാക്കി 1-2 ആൾക്കാരുണ്ട്, അവരുടെ പേരിൽ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം ഇതിനെതിരെ ഉണ്ടെന്ന് മാത്രമല്ല വളരെ ധാർഷ്ട്യത്തോടെ ആർക്കും ഇതൊന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. 100 കണക്കിന് പാവങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റോഡ്, ഒന്ന് നടന്നു പോകാനുള്ള വഴി പോലുമില്ല. ഈ ഭാഗമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എല്ലാവരും. ഈ ഭാഗത്തേക്ക് ആർക്കും പോകാൻ പറ്റുന്നില്ല. ഇനി 2 മാസത്തോളം ഈ ഭാഗമായിട്ട് യാതൊരു ബന്ധം. ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളാണ് ഇതിൻ്റെ അധികാരി, ഞങ്ങളോട് ആരും ചോദിക്കാനില്ല, ആർക്കും പറയാനില്ല.
അല്ല ഇവർക്ക് പിന്നെ ജനങ്ങളെ ഇവർ കയ്യേറിയ സ്ഥലം 1 ഏക്കർ 26 സ്ഥലമുണ്ട്. തിരിച്ചു പിടിക്കേണ്ടതിനൊന്നുമില്ല, അതിനൊന്നുമില്ല, അത് തിരിച്ചു പിടിക്കുന്ന പ്രശ്നമില്ല. ഇതൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു താല്പര്യം അവർക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തും ചെയ്യാം, ഇവിടെ എന്തും ആവാം. ഇതിപ്പം നേരത്തെ പച്ചവെളിച്ചം പറഞ്ഞ കണക്ക് ഞങ്ങളെ കുറച്ച് ആളെ സ്വന്തം സ്ഥാപനം എന്നുള്ള രൂപത്തിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ വൻതോതിൽ ഇപ്പം കഴിഞ്ഞ ആരാധനക്ക് 7 ലക്ഷം ഉറുപ്പ്യാണ് ഇതിലത് 2 പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ കൊണ്ടുവച്ചത്. ആ ഡബ്ബ കൊണ്ടുവച്ചതിന് മൊത്തം കണക്ക് ഞാൻ കേട്ടതാണ്, എത്രത്തോളം ശരിയുണ്ട് അറിയില്ല. 7 ലക്ഷം ഉറുപ്പ്യോളം, ഇപ്പൊ വീണ്ടും 7 ലക്ഷം ഉറുപ്പ്യ. പാവങ്ങളെ നാട്ടുകാരുടെ അടുത്ത് ചങ്കിന് കുത്തിപ്പിടിച്ച് പൈസ വാങ്ങിച്ചോളാം, കുറച്ചാൾ അവർ ഇഷ്ടം പോലെ ചെലവഴിച്ചോളാം. നമുക്ക് ഒരുപാട് വേദനയുണ്ട്, വിഷമമുണ്ട്. ഞാൻ ഇപ്പൊ തൊട്ട് താമസിക്കുന്ന ഒരാളാണ്. ഒരു വീട് താമസം മാറിപ്പോയി. ഇതാ കാണുന്ന ആ വീട് നമ്പൂരിയായിരുന്നു, പ്രായമില്ല മനുഷ്യന്റെ ടീച്ചറാണ്. അവര് താമസം മാറിപ്പോയി ഇടുന്നു. അങ്ങനെ പല വിധത്തിൽ പല ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഇവർക്കൊന്നും ഇത് ബുദ്ധിമുട്ടില്ല, ഇവരിത് കഴിഞ്ഞ് ഇടുന്ന പോയി, ഇവരെല്ലാം വീട് കുറെ അപ്പുറത്തെല്ലാം. അത് പോട്ട്, അത് ഇരിക്കട്ടെ. ഈ റോഡിന്റെ അവസ്ഥ എന്തെന്നാണ്, എത്ര ആൾക്കാർ എത്രയോ വർഷമായിട്ട് ഉപയോഗിക്കുന്ന റോഡ് ഒരു ഇതുമില്ലാണ്ട്. മാത്രമല്ല ഈ എടുക്കുന്ന പണിക്ക് എത്രത്തോളം പിന്നെ ഇതുണ്ട്, എത്രത്തോളം ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടല്ലേ. പിന്നെ 100% അത് ചെയ്യാണ്ട് ഏതോ 1-2 ആൾക്കാരെ കൂട്ടിക്കൊണ്ട് 3-4 പണിക്കാരെ വെച്ചിട്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കുക ഈ റോഡിന്റെ നടുക്ക്. ഇതിലേക്കൂടി ഗ്യാസിന്റെ വണ്ടി പോകുന്നു. ഒരുപാട് കല്ലും ലോറിയും മണ്ണും ലോറിയും അതും ഇതും പോകുന്ന റോഡായത് എത്രയോ വർഷങ്ങളായിട്ട്. നാളെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഈ സൈഡ് ഇടിഞ്ഞു. ആ വില്ലേജ് ഓഫീസറെ തക്കതായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ആ സമയത്ത് പണി നിർത്തിച്ച് JCB ഇടുന്ന് മടക്കിയേക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം ഇടിഞ്ഞു പോകും. എന്നിട്ട് തന്നെ ഒരാൾക്ക് പരിക്കേറ്റു. ഇനിയിപ്പോൾ നാളെ ഇതിലെ കൂടി ഒരു വണ്ടി പോകുന്ന സമയത്ത് ഇത് പറ്റി ഇടിഞ്ഞതാണ് വീണ് ആര് ഇനി സമാധാനം പറയാം. എത്രയോ കുട്ടികളും വണ്ടികളും രാവിലെ മുതൽ ഓടുന്ന ഒരു റോഡായത്. ഇനി അമ്പലത്തിന്റെ റോഡായാലും ശരി, എത്രയോ വർഷങ്ങളായിട്ട് ഈ ഭാഗത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് ഒരു ഇതുമില്ലാണ്ട് ആരോടും ചോദിക്കും ഒന്നും ചെയ്യാണ്ട് ഈ രൂപത്തിലാക്കിയിട്ട് വെച്ചിട്ടായില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ആരും കുറ്റം പറയാനില്ല, ഒരാളെയും കുറ്റം പറയണ്ട. എക്സിക്യൂട്ടീവ് ഓഫീസറും അടുത്ത സ്റ്റാഫും അവരെ നേതൃത്വത്തിൽ ഇതെല്ലാം നടക്കുന്നത്. ഈ കുളനികത്തലടക്കം അവരെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൃത്യമായ താല്പര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലെല്ലാം. കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം, മനസ്സിലായി. കൺസ്ട്രക്ഷൻ സ്ഥിരമായിട്ട് നടക്കണം. ഈ തന്നെ 7 പ്രാവശ്യം ഇതിൽ ടാങ്ക് ഉണ്ടാക്കി. അത് കണക്ക് നോക്കിയാൽ മനസ്സിലാവും. 7 പ്രാവശ്യമായിരിക്കും ടാങ്ക് ഉണ്ടാക്കി. ഇപ്പൊ ലാസ്റ്റ് 2 വലിയ ബക്കറ്റ് പോലത്തെ സാധനം കൊണ്ട് അവിടെ കുഴിച്ചിട്ട് അതല്ലാതെ കുറച്ച് അവിടെ ചാടിയിട്ട് ഇപ്പൊ ജനങ്ങളുടെ പണമാണല്ലോ. കുത്തിന് പിടിച്ചിട്ട് പോയിട്ടല്ലേ പറയുന്നത് 500 തരണം 2000 തരണം 1000 തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വാങ്ങി. ആൾക്കാർ പെരുമാള് പറഞ്ഞിട്ട് ചെയ്യും. നമ്മളെല്ലാവരും ചെയ്യുന്നവരുടെയാണ്. നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. അമ്പലത്തിന്റെ പേരിൽ ഇപ്പൊ സ്ഥിരമായിട്ട് വിവാദങ്ങൾ, എന്നും അമ്പലത്തിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കല്, കുറെ ധാർഷ്ട്യം, കുറെ ഇത് പറയും ഞങ്ങളത് 2-3 ആളതാണ് ഇത് മൊത്തം രൂപത്തിൽ. അതുകൊണ്ട് അങ്ങേറ്റത് പ്രതിഷേധമുണ്ട്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അടിയന്തരമായിട്ട് ഈ വില്ലേജ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിലക്ക് നിർത്തണം. ഇതിപ്പോ ആകെ ഒരു പ്രതീക്ഷ, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതിലൊരു പ്രതീക്ഷ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ എനിക്കില്ല. എനിക്ക് വേറെ ഇവർ എല്ലാം ഡബിൾ ഗെയിമും അപ്പുറം ഇപ്പുറം ഓരോരോ കളി കളിച്ചിങ്ങനെ ജനങ്ങളെ കണ്ണ് പൊടിയിടുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നികത്തി കഴിഞ്ഞാൽ ഇതിന്റെ പണിയും തീർന്നു. നാളെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേണം നാളെ വണ്ടി പോകുന്ന സമയത്ത് ഇടിഞ്ഞു വീണു, അതാ കുറെ എണ്ണം അതിന്റെ പൊട്ടിട്ടതാ പറയും. ഇതാ ഉണ്ടാവില്ല, അടുത്തുണ്ടാവുന്ന കാര്യം. അതിൽ ഉത്തരം കൃത്യമായിട്ട് അവർ പറഞ്ഞാൽ പറ്റൂ. അല്ല, ഉത്തരം സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഈ മതിലിന്റെ ഫൗണ്ടേഷൻ പുറത്തേക്ക് കാണുന്നതിന്റെ ഇത് ഇവിടെ മൂടിയിട്ടില്ല. ഈ മതിലിന്റെ വെയിറ്റ് എന്നാണ്, ഈ മതിലിന്റെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നാളെ ഇടിഞ്ഞു വീണ് ആരൊക്കെ പോകുന്ന സമയത്ത് ഇടിഞ്ഞു വീണു, അല്ലെങ്കിൽ ഒരു വണ്ടി പോകുന്ന സമയത്ത് ഇടിഞ്ഞു വീണു. ഓഫീസർ കൃത്യസമയത്ത് വില്ലേജ് ഓഫീസർ ഇടപെട്ടുകൊണ്ട് JCB മാറ്റുവേദിന് ഇടുന്നു. അല്ലെങ്കിൽ ഇതല്ലേ ഇത് കാണുന്നോണ്ട് ഇതാണ് മറച്ചു കെട്ടി എന്തിനാണ് ആ ഫൗണ്ടേഷൻ പുറത്തേക്ക് തള്ളിയത് കാണുന്നോണ്ടാണ്. അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടോ അത് ഒന്ന് കെട്ടിയത് ഫൗണ്ടേഷൻ കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതായിരിക്കും ചോദിച്ചാൽ പറയുവാൻ അമ്പലത്തിനെതിരാന്ന്. ഒറ്റ വാക്ക അമ്പലം ഇവര് 3-4 ആളതാണ്, എന്നിട്ട് അവൻ അമ്പലത്തിനെതിരാണ്. ഇപ്പം എന്റെ കൂട്ടത്തിൽ പീടി ഉണ്ടായ ആൾ പാപ്പാട്ട് നീന്റെ ആദ്യകാല ട്രസ്റ്റിയും കാര്യങ്ങളും ഇതിന്റെ മൊത്തം കാര്യങ്ങൾ അയാൾ സമയത്ത് ഈ മതിലെല്ലാം ഉണ്ടാക്കി. എത്ര വർഷം എത്രയോ വർഷങ്ങൾ, ഒരു കുറഞ്ഞത് ഒരു 10 ഈ അവസാന പണി എടുപ്പിച്ച 10, 40, 35 ഈ പപ്പാട്ടൻ ട്രസ്റ്റി ആയിട്ടുള്ള അവരുടെ സമയത്താണ് ഉണ്ടാക്കിയിരുന്നത്. ഇത് മാത്രമല്ല ഇത് കുലുങ്ങുന്ന പറയുന്നത്. ഓഫീസർ പറഞ്ഞ ഇത് കുലുങ്ങുന്നോണ്ടാ JCB മാറ്റുന്നത്. ജർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു. മണ്ണ് അത് ഇടിഞ്ഞു വീണു, അതിന്റെ സൈഡ് അതിലാണ് മറ്റേ പരിക്കുപറ്റിയ ആളുടെ ഒന്നും അറിയില്ല. ആശുപത്രിയിലാക്കി ചോദിക്കുമ്പോ പറയുന്നത് അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടാന്ന് പറയാം. ഓഫീസർ മുമ്പ് തന്നെ നടക്കുന്നത്. അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല. എന്തും പറയാ, കളവ് പറയാ എന്നൊക്കെ പറയുന്ന സമയത്ത് പറയും ഓൻ അമ്പലത്തിനെതിരെ പറഞ്ഞവൻ അമ്പലത്തിനെതിരെ. ഇവരമ്പലത്തിന് വേണ്ടി എന്നാ ചെയ്യുന്ന ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. ഇവർ ഈ പറയുന്ന ആൾക്കാർ ഒരു 3-4 ആളുണ്ട് ഇവർ അമ്പലത്തിന്. പക്ഷെ ഇതിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പച്ചവെളിച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇനി
ഇതെല്ലാം സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന അധികാരി ഉണ്ട് ഇവിടെ. ശമ്പളം മേടിക്കുന്ന സർക്കാർ ജനങ്ങളുടെ പൈസയിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന അധികാരികൾ ഇവിടെയുണ്ട്. അവരിനും മറുപടി പറയണം. അവർക്ക് ഇത് നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഓഫീസർ നേരത്തെ അറിയില്ല. ഓഫീസല്ല കാണുന്നത്. ഇത്രയും വലിയ വർക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഇത് നടക്കുന്നത്. പിന്നെ അയാൾ എന്തിനാ എക്സിക്യൂട്ടീവ് ഓഫീസർ കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? ദേവസ്വത്തിന്റെ പൈസ തിന്നു പിടിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഈ സർക്കാരിനെ പറയിപ്പിക്കുന്ന ഈ നയം, സർക്കാർ ജലസ്രോതസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നടപടികളാണ് ചെയ്യുന്നത് കേരളത്തിൽ. അന്നേരം ഇത്രയും പച്ചക്ക് ഇത്രയും ഇതായിട്ട് ഇവിടെ ഒരു ഇത് നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഭരണകൂടത്തിന് പോലും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിൽക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് ഇതിനോട് പറയാൻ. ആയിക്കോട്ടെ. ഇതാണ് നമുക്ക് പ്രദേശവാസികൾ തൊട്ടടുത്താണ് വീട്. എല്ലാ ദിവസവും പെരുമാൾ രാവിലെ പെരുമാളൊരു ക്ഷേത്രം തുറക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് പെരുമാളെ തൊഴുത് പിന്നെ വരുന്ന ഒരു വ്യക്തിയാണ്. തികഞ്ഞ വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടോതാ ഇത് കണ്ടോ നിങ്ങളിതാ. ഇത് നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴുകാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. അത് കണ്ടോ. ഇത് ഇതേപോലെ ഇങ്ങനെ പിന്നെ തകർന്നു വീണതുപോലെ ഈ ക്ഷേത്രത്തിന്റെ പിന്നെ വലിയ മതിലിന്റെ ഭാഗവും തകർന്നിട്ടുണ്ട്. ഇത് നമ്മൾ വലിക്കാത്തത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചു കഴിഞ്ഞാൽ കാണും. നിങ്ങൾ ആലോചിക്കോ, കംപ്ലീറ്റ് പൊട്ടി താണ്ടാളുള്ളത്. ഇത് നിങ്ങൾക്ക് ഒന്നും വേണ്ട. പച്ച വെളിച്ചത്തിന്റെ ഒരു വാർത്ത, ഇന്ന് ഉച്ച കൊടുത്ത വാർത്ത കണ്ടാൽ അറിയാം എന്താണ് ഈ മതിലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ രീതിയിൽ നടപടി ഉണ്ടായേ പറ്റൂ. ഈ ക്ഷേത്ര മതിലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഇവരെ കൊണ്ട് പറയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ നഗരസഭ ഈ പ്രവർത്തിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ കൊടുത്തു എന്ന് അവർ പറയേണ്ടി വരും. രണ്ടാമത്, അനുമതി കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർ ഈ പ്രവൃത്തി എടുത്തു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും വേണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും വിട്ടുവീഴ്ച പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ തീരുമാനിക്കും, നമ്മൾ ചെയ്യും എന്ന് ആരെങ്കിലും തീരുമാനിച്ച് തോന്നിയ പോലെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അതിനെതിരായിട്ട് ശക്തമായ നിലപാടുമായിട്ട് പച്ചവെളിച്ചം വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ മഴയൊക്കെ വന്ന് ഈ മതിലിന് എന്തെങ്കിലും തരത്തില് പിന്നെ അപകടം പറ്റിയാൽ അതിനുള്ള ഉത്തരം മുഴുവനായിട്ട് ഇതിൽ പ്രവർത്തിച്ചവരോടൊക്കെ ദൃശ്യങ്ങൾ പച്ചവെളിച്ചം അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ട്. ആരൊക്കെ നിന്നിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ നടത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് അവർ ഉത്തരം പറയേണ്ടി വരും. ഏത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിന്റെ റോഡിന്റെ മുകളിൽ ഇങ്ങനെയുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്രവൃത്തി ആരംഭിച്ചത് എന്ന കാര്യം അവർ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ വിഷയം സമഗ്രമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഈ പ്രവൃത്തി ഒരു തരത്തിലും അശാസ്ത്രീയമായ പ്രവർത്തി ഒരു തരത്തിലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നാളെ തറപ്പിച്ചും പറയാം, പച്ചപിടിച്ചും പറയാം. നാളെ വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ തഹസിൽദാരുടെ ഓഫീസിലും അതോടൊപ്പം നഗരസഭയിലും പച്ചവിളിച്ച് നേരിട്ടെത്തിയിട്ട് ഇതിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. നമ്മുടെ അരിക്കാച്ചിക്കുളം പൂർണ്ണാവസ്ഥയിൽ പുനഃസ്ഥാപിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ പ്രവൃത്തി സുതാര്യമായിരിക്കണം. ഇത് നമ്മുടെ ക്ഷേത്ര മതിലിന് അപകടകരമാവുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തിയെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയിട്ട് പ്രദേശവാസികളാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നം ദുർഗന്ധത്തിനെതിരായിട്ട് എടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പോകേണ്ടുന്ന വഴിയടക്കം തടസ്സപ്പെടുത്തിയിട്ട് ഈ വിഷയത്തിൽ നിലപാട് എടുത്ത ഈ ട്രസ്റ്റി ബോർഡും ദേവസ്വം ബോർഡും അടക്കമുള്ളവരെ പൊതുജന മധ്യത്തിൽ ഭക്തരുടെ മധ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ശ്രമിക്കുന്നത്. ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന്റെ കൂടെ നമുക്ക് വേറെ അജണ്ടയൊന്നുമില്ല. തികഞ്ഞ പെരുമാൾ ഭക്തനാണ്. അതുപോലെ തന്നെ ഈ പെരുമാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു മാധ്യമമാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ കയ്യേറി അവരുടെ പേര് സഹിതം വാർത്തകൾ നൽകിയിട്ട് അതിനു വേണ്ടി പോരാട്ടം നടത്തിയ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ച തലയുയർത്തി അഭിമാനത്തോടു കൂടി പറയുന്നു. ഈ വിഷയത്തിലും പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയുണ്ടാവും, ഇടപെടലുണ്ടാവും. പച്ചവെളിച്ചത്തെ ക്ഷേത്രത്തിലെ നിലപാടുകൾ, ക്ഷേത്രവിരുദ്ധമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന നടപടികൾ പൊതുജന സമക്ഷം കൊണ്ടുവരുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. അവരോടെല്ലാം പോയി പണി നോക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. തുടർന്നും പോരാട്ടം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.